നമസ്കാരം. ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന പാഠം പഠിക്കാം. ഹാസ് എ സ്നേക്ക് എവർ കോയിൽഡ് ഇറ്റ് സെൽഫ് റൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി? എപ്പോഴെങ്കിലും ഒരു സ്നേക്ക് നിങ്ങളെ ചുറ്റി വരിഞ്ഞിട്ടുണ്ടോ? കോയിൽഡ് മീൻസ് ചുറ്റി വരിക. എ ഫുൾ ബ്ലഡഡ് കോബ്ര, നല്ല വിഷമുള്ള ഒരു മൂർഖൻ. ആൾ ഓഫ് അസ് ഫെൽ സൈലൻറ്റ്, ഞങ്ങളെല്ലാം നിശബ്ദരായി. ദ ക്വസ്റ്റ്യൻ കെയിം ഫ്രം ദ ഹോമിയോപ്പത്ത്, ഹോമിയോ ഡോക്ടറിൽ നിന്നുമാണ് ഈ ചോദ്യം വന്നത്. ദ ടോപ്പിക് കെയിം അപ്പ് വെൻ വി ആർ ഡിസ്കസിങ് സ്നേക്സ്, പാമ്പുകളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വിഷയം ഡോക്ടർ പറഞ്ഞത്. വി ലിസൺഡ് അറ്റൻറ്റീവ്ലി ആസ് ദ ഡോക്ടർ കണ്ടിന്യൂഡ് വിത്ത് ദ ടെയിൽ, ഞങ്ങൾ ശ്രദ്ധയോടെ കൂടി കേട്ടിരുന്നു. ഡോക്ടർ തൻ്റെ കഥ തുടരുകയായിരുന്നു. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് എബൌട്ട് 10 o'clock. അന്ന് ഒരു ചൂട് കൂടിയ വേനൽക്കാലമായിരുന്നു. രാത്രി ഏറെ വൈകി, ഏകദേശം 10 മണിയോടായിരുന്നു. ഐ ഹാഡ് മൈ മീൽ അറ്റ് ദ റെസ്റ്റോറൻറ്റ് ആൻഡ് റിട്ടേൺഡ് ടു മൈ റൂം. ഞാൻ ഹോട്ടലിൽ നിന്നും ആഹാരം കഴിച്ച് എൻ്റെ റൂമിലേക്ക് എത്തി. ഐ ഹിയർഡ് എ നോയ്സ് ഫ്രം എബോവ് ആസ് ഐ ഓപ്പൺഡ് ദ ഡോർ. ഞാൻ വാതിൽ തുറന്നപ്പോൾ മുകളിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ദ സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ. അത് സാധാരണ ഉള്ള ഒരു ശബ്ദമായിരുന്നു. വൺ could say that rats and I shared the room. സാധാരണ ആളുകൾ പറയാറുണ്ട് എൻ്റെ റൂം ഞാനും കുറച്ച് എലികളും ഷെയർ ചെയ്തിരിക്കുന്നു എന്ന്. ഐ ടുക്ക് ഔട്ട് മൈ ബോക്സ് ഓഫ് മാച്ചസ് ആൻഡ് ലൈറ്റഡ് ദ കെറോസിൻ ലാമ്പ് ഓൺ ദ ടേബിൾ. തീപ്പെട്ടി ഉരച്ച് ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് ഞാൻ മേശപ്പുറത്ത് വെച്ചു. ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. ഇറ്റ് വാസ് എ സ്മോൾ റെൻറ്റഡ് റൂം. വീട് വൈദ്യുതീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ചെറിയൊരു വാടക റൂമായിരുന്നു. ഐ ഹാഡ് ജസ്റ്റ് സെറ്റപ്പ് മെഡിക്കൽ പ്രാക്ടീസ് ആൻഡ് മൈ ഏണിങ്സ് വെയർ മീഗ്രേ. ഞാൻ ജസ്റ്റ് ഒരു മെഡിക്കൽ പ്രാക്ടീഷണറായി അതിൻ്റെ ആരംഭഘട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വരുമാനം വളരെ കുറവായിരുന്നു. I had about 60 rupees in my suitcase. ഏകദേശം 60 രൂപയോളം എൻ്റെ സ്യൂട്ട് കേസിലുണ്ടായിരുന്നു. എലോങ് വിത്ത് സം ഷർട്ട്സ് ആൻഡ് ധോത്തീസ്. അതോടൊപ്പം കുറച്ച് ഷർട്ടുകളും മുണ്ടുകളും ഉണ്ടായിരുന്നു. ഐ ഓൾസോ പൊസസ്ഡ് വൺ സോളിറ്ററി ബ്ലാക്ക് കോട്ട് വിച്ച് ഐ വാസ് ദെൻ വെയറിങ്. ഞാൻ ധരിച്ചിരുന്ന ഒരു കോട്ടും കൂടി ആയിരുന്നു എൻ്റെ ആകെയുള്ള സമ്പാദ്യം. ഐ ടുക്ക് ഓഫ് മൈ ബ്ലാക്ക് കോട്ട്, വൈറ്റ് ഷർട്ട് ആൻഡ് വൈറ്റ് വെസ്റ്റ് ആൻഡ് ഹാങ് ദം അപ്പ്. ഞാൻ എൻ്റെ കോട്ട് അഴിച്ചു മാറ്റി. അതോടൊപ്പം വെള്ള ഷർട്ടും അധികം വെള്ള നിറമല്ലാത്ത ബനിയനും ഞാൻ തൂക്കിയിട്ടു. ഐ ഓപ്പൺഡ് ദ 2 windows in the room. ഞാൻ റൂമിൻ്റെ 2 ജനലും തുറന്നിട്ടു. ഇറ്റ് വാസ് ആൻ ഔട്ടർ റൂം വിത്ത് 1 wall ഫേസിങ് ദ ഓപ്പൺ യാർഡ്. പുറത്തേക്ക് ഇറക്കിയ ഒരു മുറിയായിരുന്നു അത്. ഒരു ഭിത്തി മാത്രമുള്ളതും മുറ്റത്തേക്ക് ഇറങ്ങാവുന്നതും ആയിരുന്നു അത്. ഇറ്റ് ഹാഡ് എ ടൈൽഡ് റൂഫ് വിത്ത് ലോങ് സപ്പോർട്ടിങ് ഗാബിൾസ് ദാറ്റ് റെസ്റ്റഡ് ഓൺ ദ ബീം ഓവർ ദ വാൾ. അത് ഒരു ഓടിട്ട മേൽക്കൂരയുള്ള വീടായിരുന്നു. ത്രികോണാകൃതിയിലുള്ള മേൽക്കൂരയായിരുന്നു ഉണ്ടായിരുന്നത്. ദർ വാസ് നോ സീലിംഗ്. അതിന് സീലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ദർ വാസ് എ റെഗുലർ ട്രാഫിക് ഓഫ് റാറ്റ്സ് ടു ആൻഡ് ഫ്രം ദ ബീം. ആ മുറിയിൽ സാധാരണയായി എലികൾക്ക് സുഖമായി സഞ്ചരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ഐ മെയ്ഡ് മൈ ബെഡ് ആൻഡ് പുൾഡ് ഇറ്റ് ക്ലോസ് ടു ദ വാൾ. ഞാൻ എൻ്റെ
ബെഡ് വലിച്ചെടുത്ത് പുറത്തേക്കിട്ടു. ഐ ലേ ഡൗൺ ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്പ്. ഞാൻ ഉറങ്ങാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ഉറക്കം വന്നില്ല. ഐ ഗോട്ട് അപ്പ് ആൻഡ് വെൻ്റ് ഔട്ട് ടു ദ വരാന്ത ഫോർ എ ലിറ്റിൽ എയർ ബട്ട് ദ വിൻഡ് ഗോഡ് സീംഡ് ടു ഹാവ് ടേക്കൺ ടൈം ഓഫ്. അല്പം കാറ്റ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ വരാന്തയിലേക്ക് നടന്നു. എന്നാൽ അവിടെയും എനിക്ക് കാറ്റ് കിട്ടിയില്ല. മാത്രമല്ല സമയം പോവുകയും ചെയ്തു. ഐ വെൻ ബാക്ക് ഇൻ ടു ദ റൂം ആൻഡ് സാറ്റ് ഡൗൺ ഓൺ ദ ചെയർ. ഞാൻ തിരിച്ച് വീണ്ടും മുറിയിലേക്കെത്തി. അവിടെ കസേരയിലിരുന്നു. ഐ ഓപ്പൺഡ് ദ ബോക്സ് ബെനീത്ത് ദ ടേബിൾ ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. മേശയ്ക്കടിയിൽ നിന്നും ഉള്ള ഒരു പെട്ടിയിലെ ഒരു ബുക്ക് മേശപ്പുറത്ത് വെച്ചു. ദ മറ്റേറിയ മെഡിക്ക എന്ന ബുക്കായിരുന്നു അത്. ഐ ഓപ്പൺഡ് ഇറ്റ് അറ്റ് ദ ടേബിൾ ഓൺ വിച്ച് സ്റ്റുഡ് ദ ലാമ്പ് ആൻഡ് എ ലാർജ് മിറർ. ഞാൻ ആ പുസ്തകം മേശപ്പുറത്ത് എടുത്തു വെച്ചു. മേശപ്പുറത്ത് ഒരു വലിയ കണ്ണാടിയും അതിനടുത്ത് ഒരു ലാമ്പും ഉണ്ടായിരുന്നു. എ സ്മോൾ കോംബ് ലേ ബിസൈഡ് ദ മിറർ. കണ്ണാടിക്കടുത്തായി ഒരു ചീർപ്പും. വൺ ഫീൽസ് ടെംപ്റ്റഡ് ടു ലുക്ക് ഇൻ ടു എ മിറർ വെൻ ഇറ്റ് ഈസ്. ആരാണെങ്കിലും തൊട്ടടുത്തൊരു കണ്ണാടി ഉണ്ടായാൽ അതിലേക്ക് നോക്കും. ഐ ടുക്ക് എ ലുക്ക്. ഞാനും ഒന്ന് നോക്കി. ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് എ ഗ്രേറ്റ് അഡ്മിറർ ഓഫ് ബ്യൂട്ടി ആൻഡ് ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. ആ ദിവസങ്ങളിൽ ഞാൻ സൗന്ദര്യത്തിൻ്റെ ഒരു വലിയ ആരാധകനായിരുന്നു. മാത്രമല്ല ഞാൻ കൂടുതൽ സുന്ദരനാകണം എന്ന് ആഗ്രഹിച്ചിരുന്നു. ഐ വാസ് അൺമാരീഡ് ആൻഡ് വാസ് എ ഡോക്ടർ. ഞാനൊരു അവിവാഹിതനായിരുന്നു, അതോടൊപ്പം ഒരു ഡോക്ടറുമാണ്. ഐ ഫെൽറ്റ് ഐ ഹാഡ് ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്. എൻ്റെ സാന്നിധ്യം എല്ലാവരാലും അറിയപ്പെടണം എന്ന് എനിക്ക് തോന്നി. ഐ പിക്ക്ഡ് അപ്പ് ദ കോംബ് ആൻഡ് റാൻ ഇറ്റ് ത്രൂ മൈ ഹെയർ ആൻഡ് അഡ്ജസ്റ്റഡ് ദ പാർട്ടിങ് സോ ദാറ്റ് ഇറ്റ് ലുക്ക്ഡ് സ്ട്രെയിറ്റ് ആൻഡ് നീറ്റ്. ഞാൻ ചീപ്പെടുത്ത് എൻ്റെ മുടിയിലൂടെ നന്നായി ചീകി മുടി ഭംഗിയാക്കി വെച്ചു. എഗെയിൻ ഐ ഹേർഡ് ദാറ്റ് ദ സൗണ്ട് ഫ്രം ദ എബോവ്. വീണ്ടും ഞാൻ ആ ശബ്ദം കേട്ടു. മുകളിൽ നിന്നും എന്തോ ഒരു ശബ്ദം. ഐ ടുക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് മൈ ഫേസ് ഇൻ ദ മിറർ. ഞാൻ കണ്ണാടിയുടെ അടുത്ത് ചെന്ന് എൻ്റെ മുഖം കണ്ണാടിയോട് അടുപ്പിച്ച് നോക്കി. ഐ മെയ്ഡ് ആൻ ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ. ഐ വുഡ് ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മുസ്റ്റാഷ് ടു ലുക്ക് മോർ ഹാൻസം. ഞാനൊരു പ്രധാനപ്പെട്ട തീരുമാനമെടുത്തു. ഇനി മുതൽ എന്നും ഷേവ് ചെയ്യും. അതോടൊപ്പം തന്നെ ഒരു കട്ടി കുറഞ്ഞ മീശയും എന്നെ കൂടുതൽ സുന്ദരനാക്കും. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ. ഞാൻ അതിലുപരിയായി ഞാനൊരു അവിവാഹിതനുമാണ്, അതോടൊപ്പം തന്നെ ഒരു ഡോക്ടറുമാണ്. ഐ ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സ്മൈൽഡ്. ഞാൻ കണ്ണാടിയിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഇറ്റ് വാസ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ. അതൊരു ആകർഷകരമായ ചിരിയായിരുന്നു. ഐ മെയ്ഡ് അനദർ എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ. ഞാനൊരു മറ്റൊരു ശക്തമായ തീരുമാനം കൂടി. ഐ വുഡ് ഓൾവേസ് കീപ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ്. എൻ്റെ മുഖത്ത് വശ്യമായൊരു ചിരി ഞാൻ കൊണ്ടു നടക്കും. ടു ലുക്ക് മോർ ഹാൻസം. അതെന്നെ കൂടുതൽ സുന്ദരനാക്കും. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ ടു ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. അതിലൊക്കെ ഉപരിയായി ഞാനൊരു അവിവാഹിതനാണ്, അതോടൊപ്പം തന്നെ
ഡോക്ടറുമാണ്. എഗെയിൻ കെയിം ദാറ്റ് നോയ്സ് ഫ്രം എബോവ്. വീണ്ടും ആ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഐ ഗോട്ട് അപ്പ്, ലിറ്റ് എ ബീഡി ആൻഡ് പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ദ റൂം. ഞാൻ ഒരു ബീഡി കത്തിച്ച് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരുന്നു. ദെൻ അനദർ ലവ്ലി തോട്ട് സ്ട്രക്ക് മീ. ഉടനെ തന്നെ മറ്റൊരു ചിന്ത എന്നെ പിടികൂടി. ഐ വുഡ് ഗെറ്റ് മാരീഡ് ടു എ വുമൺ ഡോക്ടർ ഹൂ ഹാഡ് പ്ലെൻറ്റി ഓഫ് മണി. ഞാൻ ഉടനെ വിവാഹം കഴിക്കും. ഞാൻ വിവാഹം കഴിക്കുന്നത് ഒരു ലേഡി ഡോക്ടറെ ആയിരിക്കും. അവർക്ക് ധാരാളം പണമുണ്ടായിരിക്കും. ആൻഡ് എ ഗുഡ് മെഡിക്കൽ പ്രാക്ടീഷണർ കൂടി ആയിരിക്കണം. ഷീ ഹാഡ് ടു ബി ഫാറ്റ് ഫോർ എ വാലിഡ് റീസൺ. അവൾ തടിയുള്ള ഒരു ഡോക്ടറായിരിക്കണം. അതിന് കൃത്യമായ കാരണമുണ്ട്. ഇഫ് ഐ മെയ്ഡ് സം സില്ലി മിസ്റ്റേക്ക് ആൻഡ് നീഡഡ് ടു റൺ എവേ, ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ മീ ആൻഡ് ക്യാച്ച് മീ. അതായത് ഞാൻ എന്തെങ്കിലും ചെറിയൊരു തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് വന്ന് ഞാൻ ഓടി ഒളിക്കുമ്പോൾ അവൾക്ക് എന്നെ പിന്തുടർന്ന് പിടിക്കാൻ കിട്ടാതിരിക്കണം. സച്ച് തോട്ട്സ് ഇൻ മൈ മൈൻഡ്, ഐ റെസ്യൂംഡ് മൈ സീറ്റ് ഇൻ ദ ചെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദി ടേബിൾ. ചിന്തകൾ നിറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. ദർ വെർ നോ മോർ സൗണ്ട്സ് ഫ്രം എബോവ്. അപ്പോൾ ആ സമയത്ത് ഒരു ശബ്ദവും മുകളിൽ നിന്ന് കേട്ടില്ല. സഡൻലി ദർ കെയിം എ ഡൾ തഡ് ആസ് ഇഫ് എ റബ്ബർ ട്യൂബ് ഹാഡ് ഫോളൻ ടു ദ ഗ്രൗണ്ട്. പെട്ടെന്ന് തന്നെ ഒരു ശബ്ദം, ഒരു റബ്ബർ ട്യൂബ് തറയിൽ വീഴുന്ന ശബ്ദം കേട്ടു. ഷുവർലി നത്തിങ് ടു വറി അബൌട്ട്. തീർച്ചയായും അത് പേടിക്കാനൊന്നുമില്ല എന്ന് ഞാൻ കരുതി. ഈവൻ സോ ഐ തോട്ട് ഐ വുഡ് ടേൺ അറൗണ്ട് ആൻഡ് ടേക്ക് എ ലുക്ക്. ഉടനെ ഞാൻ തല തിരിച്ച് പുറകേക്ക് നോക്കി. നോ സൂണർ had I turned than a fat snake wriggled over the back of the chair and landed on my shoulder. ഞാൻ തിരിഞ്ഞു നോക്കിയതും ഒരു തടിച്ച സർപ്പം റിഗിൾഡ് ഇഴഞ്ഞു കയറി എൻ്റെ കസേരയുടെ പിറകിലൂടെ ഇഴഞ്ഞു കയറി എൻ്റെ ഷോൾഡറിൽ. ദ സ്നേക്സ് ലാൻഡിങ് ഓൺ മീ ആൻഡ് മൈ ടേണിങ് വെയർ സൈമൾട്ടേനിയസ്. ഞാൻ തിരിഞ്ഞു നോക്കിയതും സ്നേക്ക് കയറിയതും ഒപ്പമായിരുന്നു. സൈമൾട്ടേനിയസ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം. ഐ ഡിഡൻറ്റ് ജമ്പ്, ഐ ഡിഡൻറ്റ് ട്രംബിൾ, ഐ ഡിഡൻറ്റ് ക്രൈ ഔട്ട്. ഞാൻ ചാടുകയോ വിറയ്ക്കുകയോ ശബ്ദമുണ്ടാക്കുകയോ ഒന്നും ചെയ്തില്ല. ദർ വാസ് നോ ടൈം ടു ഡു എനി സച്ച് എ തിങ്. അത് അങ്ങനെയൊന്നും ചെയ്യാനുള്ള സമയമായിരുന്നില്ല അത്. ദ സ്നേക്ക് സ്ലിത്തേഡ് എലോങ് മൈ ഷോൾഡർ ആൻഡ് കോയിൽഡ് അറൗണ്ട് മൈ ലെഫ്റ്റ് ആം എബവ് ദ. ആ പാമ്പ് ഇഴഞ്ഞ് എൻ്റെ കൈമുട്ടിന് ചുറ്റി വരിഞ്ഞ് നിൽക്കുകയാണ്. The hood was spread out and its head was hardly 3 or 4 inches from my face. അതിൻ്റെ പത്തി വിടർത്തി അത് എൻ്റെ മുഖവും അതിൻ്റെ പത്തിയും തമ്മിൽ ഏകദേശം 3-4 ഇഞ്ച് ഉള്ള ഡിസ്റ്റൻസിൽ മാത്രം അടുത്തെത്തി. It would not be correct to say merely that I sat there holding my breath. It would not be correct. സത്യം പറയുകയാണെങ്കിൽ ശ്വാസമടക്കി അവിടെ ഇരുന്നു എന്ന് മാത്രം. I was turned
ടു സ്റ്റോൺ. ഞാനൊരു ശില പോലെയായി. ബട്ട് മൈ മൈൻഡ് വാസ് വെരി ആക്റ്റീവ്. പക്ഷേ എൻ്റെ ബോധം നഷ്ടപ്പെട്ടില്ല. എൻ്റെ മനസ്സ് സജീവമായിരുന്നു. ദ ഡോർ ഓപ്പൺഡ് ഇൻ ടു ഡാർക്ക്നെസ്. വാതിൽ തുറന്നു കിടന്നിരുന്നു. പുറത്ത് ഇരുട്ടായിരുന്നു. ദ റൂം വാസ് ഫിൽഡ് വിത്ത് ഡാർക്ക്നെസ്. റൂമിലും അത്യാവശ്യം ഇരുട്ടുണ്ടായിരുന്നു. ഇൻ ദ ലൈറ്റ് ഓഫ് ദി ലാമ്പ് ഐ സാറ്റ് ദെയർ ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ദ ഫ്ലഷ്. ഞാൻ എന്ന ഒരു ജീവനുള്ള ശിലയായി മാറി ഞാൻ. ഐ ഫെൽറ്റ് ദെൻ ദ ഗ്രേറ്റ് പ്രസൻസ് ഓഫ് ദി ക്രിയേറ്റർ ഓഫ് ദിസ് വേൾഡ് ആൻഡ് ദിസ് യൂണിവേഴ്സ്. ആ സമയത്ത് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ വലിയ സാന്നിധ്യം ഞാൻ അനുഭവിക്കുകയായിരുന്നു. ഗോഡ് വാസ് ദെയർ. ദൈവം അവിടെ ഉണ്ടായിരുന്നു. സപ്പോസ് ഐ സെഡ് സംതിങ് ആൻഡ് ഹീ ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നത് ദൈവം ഇഷ്ടപ്പെടില്ല. ഐ ട്രൈഡ് ഇൻ മൈ ഇമാജിനേഷൻ ടു റൈറ്റ് ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ് ഔട്ട്സൈഡ് മൈ ലിറ്റിൽ ഹേർട്ട് ദ വേർഡ്സ് ഓ ഗോഡ്. ചെറിയ ഹൃദയത്തിനുള്ളിൽ നിന്ന് വ്യക്തമായ അക്ഷരങ്ങളിൽ ഓ ദൈവമേ എന്ന് എഴുതാൻ ഞാൻ ഭാവനയിലൂടെ ശ്രമിച്ചു.